എ എം ആരിഫ് എം പി കൂടി ചേരുന്നുണ്ട്. അദ്ദേഹം 10 മണിക്ക് താങ്കളെ ഞങ്ങൾ വീണ്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. ശ്രീ എ എം ആരിഫ്, താങ്കൾ ഗൗരിയമ്മയുടെ ജീവിതവുമായി ചേർത്ത് വെക്കുമ്പോൾ താങ്കളുടെ പേര് കൂടി ഒരു ഭാഗത്ത് അടയാളപ്പെടുത്താതിരിക്കാൻ കഴിയില്ല. കെ ആർ ഗൗരിയമ്മയെ പോലെ ഒരു തലമുതിർന്ന നേതാവിനെ ഒരിക്കലും പരാജയപ്പെടുത്താൻ കഴിയില്ല എന്ന് കേരള രാഷ്ട്രീയത്തിൽ പൊതുവെ വിശ്വസിക്കപ്പെട്ടിരുന്ന ഒരു നേതാവിനെ പരാജയപ്പെടുത്തിയ ഒരു നേതാവ് കൂടിയാണ്. അപ്പോഴും നിങ്ങൾ തമ്മിൽ ചില വ്യക്തിബന്ധം നേരത്തെ മുതൽ തന്നെ സൂക്ഷിച്ചിരുന്നു. എങ്ങനെയാണ് ഓർക്കുന്നത്? എല്ലാവരും അനുസ്മരിച്ചതുപോലെ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും അധികം ത്യാഗം സഹിച്ച ഒരു ധീരവനിതയാണ്. വിപ്ലവ കേരളത്തിന്റെ വീരപുത്രി എന്ന വിശേഷണത്തിന് അക്ഷരാർത്ഥത്തിൽ അർഹയായ ഒരു ധീരവനിതയാണ് ബഹുമാനപ്പെട്ട ഗൗരിയമ്മ. ഗൗരിയമ്മയെ ഞാൻ എന്റെ ചെറുപ്പത്തിൽ നോക്കിക്കാണുന്ന ഞാൻ ചേർത്തല എസ് എൻ കോളേജിലെ BSc സുവോളജിക്ക് 2ാം വർഷ വിദ്യാർത്ഥിയായിരിക്കുമ്പോഴാണ്, മാഗസിൻ എഡിറ്ററായിരിക്കുമ്പോൾ ഒരു പരസ്യം പിടിക്കാൻ വേണ്ടി, മാഗസിന് വേണ്ടി പരസ്യം പിടിച്ചു തരാൻ വേണ്ടി സഹായം ചോദിച്ച് എന്നപ്പോൾ പരിചയപ്പെട്ടതാണ്. അന്ന് മുതൽ പിന്നെ എന്റെ ജീവിതത്തിൽ ഉടനീളം ഒരുപാട് നിർണായകമായ നിമിഷങ്ങളിലെല്ലാം ഗൗരിയമ്മ ഇടപെട്ടു. ചേർത്തല പോലീസ് ക്വാർട്ടേഴ്സിൽ ഞാനും കുടുംബവും താമസിച്ചപ്പോൾ അവിടെ നിന്ന് ഞങ്ങളെ ഇറക്കി വിട്ടപ്പോൾ അധികാരികളോട് എന്നെ ഇറക്കി വിടരുതെന്ന് പറയാൻ ഗൗരിയമ്മ ഉണ്ടായിരുന്നു. ആലപ്പുഴ ജില്ലാ കൗൺസിലിലേക്ക് എന്നെ മത്സരിക്കാൻ തീരുമാനിച്ചപ്പോൾ 1ാം വർഷ LLB വിദ്യാർത്ഥിയായി എന്നെ മത്സരിപ്പിക്കാൻ വേണ്ടി, അവിടെ ജയിപ്പിക്കാൻ വേണ്ടി ഗൗരിയമ്മയുടെ കാറിലാണ് എന്നെ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി പരിചയപ്പെടുത്തി ആളുകളെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചുമതലകൾ വിഭജിച്ച് നൽകിയത് ഗൗരിയമ്മയാണ്. അതുപോലെ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ, ജില്ലാ കൗൺസിൽ അംഗമായിരിക്കുമ്പോൾ തന്നെ വിദ്യാർത്ഥി സമരത്തെ തുടർന്ന് എന്നെയും എന്നോടൊപ്പമുള്ള വിദ്യാർത്ഥികളെയും പോലീസ് അടിക്കുകയും ആലപ്പുഴ സബ് ജയിലിലേക്ക് റിമാൻഡ് ചെയ്യപ്പെടുകയും ചെയ്തപ്പോൾ പിറ്റേ ദിവസം ഹർത്താലായിട്ട് ഓടി ഗൗരിയമ്മ ചാത്തനാട്ട് വീട്ടിൽ നിന്നും നടന്നു വന്നാണ് ജയിലിൽ വന്ന് ഞങ്ങളെയൊക്കെ കണ്ടത്. അത് കഴിഞ്ഞ് പാർട്ടിയുമായി ഗൗരിയമ്മ തെറ്റിപ്പിരിയുന്ന ഒരു പ്രധാന കാരണമായിരുന്നു ജില്ലാ കൗൺസിൽ. അന്നത്തെ ജില്ലാ കൗൺസിൽ എന്ന് പറയുന്ന ഔദ്യോഗിക സംവിധാനം നിലനിൽക്കി അതിന് മുകളിലൂടെ ഒരു ആലപ്പുഴ ജില്ലാ വികസന സമിതി രൂപീകരിക്കാനെന്ന് കരുണാകര ഗവൺമെന്റ് തുനിഞ്ഞതിനെ തുടർന്ന് ഗൗരിയമ്മന്റെ ചെയർപേഴ്സണാകുന്ന തുടങ്ങിയുള്ള വലിയ വിതർക്കങ്ങളൊക്കെ നടക്കുമ്പോൾ പോലും ജില്ലാ കൗൺസിൽ അംഗമായിരിക്കുന്ന ഞാൻ ഗൗരിയമ്മയോട് സോഫ്റ്റ് കോർണറായിട്ടാണ് അന്ന് ജില്ലാ കൗൺസിൽ വിമർശിച്ചത്. ബാക്കി എല്ലാവരും വലിയ രൂക്ഷ വിമർശനമാണ് ഗൗരിയമ്മയ്ക്കെതിരെ നടത്തിയത്. അങ്ങനെ വളരെ അടുപ്പമുണ്ടായിരുന്ന ഗൗരിയമ്മ JSS രൂപീകരിച്ചുണ്ടായപ്പോൾ പല വേദികളിലും ഗൗരിയമ്മ പ്രസംഗം ഒന്നിടയ്ക്ക് നിർത്തുമായിരുന്നു. ആരാ വരുന്നത്, ആരിഫാണോ എന്നിങ്ങനെ വെറുതെ ചോദിക്കുമായിരുന്നു. കാര്യം ഗൗരിയമ്മയോടൊപ്പം ചെല്ലുമെന്ന പ്രതീക്ഷയായിരുന്നു ഗൗരിയമ്മയ്ക്ക് ഉണ്ടായിരുന്നത്. അത് നാട്ടുകാരെ അറിയിക്കുകയും ചെയ്യുമായിരുന്നു ഗൗരിയമ്മ. അങ്ങനെയൊക്കെ ഇന്ന് ആ ബന്ധത്തിൽ പിന്നീട് ഗൗരിയമ്മ 2006 ഞാൻ മത്സരിക്കാൻ എന്നെ പാർട്ടി തീരുമാനിക്കാൻ ഞാൻ അവിടെ ചെല്ലുമ്പോൾ മുഖാമുഖം പല സന്ദർഭങ്ങളിൽ കണ്ടെങ്കിലും ഗൗരിയമ്മ ഗൗരവഭാവത്താൽ അത് എന്നെ നോക്കാൻ തയ്യാറായി. പിന്നെ ചേർത്തല ബോയ്സ് സ്കൂളിലെ കൗണ്ടിംഗ് ടേബിളിലാണ്, റിട്ടേണിംഗ് ഓഫീസറുടെ കൗണ്ടിംഗ് ടേബിളിലാണ് ഞാനും ഗൗരിയമ്മയും വോട്ട് എണ്ണി തുടങ്ങുന്ന മുതൽ അവസാനിക്കുന്നവരെ ഇരുന്നത്. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഞാൻ ലീഡ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഗൗരിയമ്മയുടെ മുഖത്ത് ഒരു ഭാവവ്യത്യാസം ഉണ്ടായിരുന്നില്ല. അവസാനം 4853 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഞാൻ വിജയിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പ്രഖ്യാപിച്ചപ്പോൾ ഗൗരിയമ്മ എന്റെ കൈ പിടിച്ച് കുലുക്കി. എന്നിട്ട് എനിക്ക് കൺഗ്രാജുലേഷൻസ് എന്ന് പറഞ്ഞു. പിന്നീട് ഗൗരിയമ്മയുടെ എല്ലാ ചടങ്ങുകളും ഉപദേശ നിർദ്ദേശങ്ങളോടുകൂടി പ്രവർത്തിക്കാനായിരുന്നു ഞാൻ പലപ്പോഴും ശ്രമിച്ചത്. നവതി ആഘോഷത്തിൽ ഗൗരിയമ്മ പറഞ്ഞു, എനിക്ക് ആരിഫിനെ പോലെ ചുറുചുറുക്കോട് ഓടി നടക്കണമെന്ന് പറഞ്ഞതായിരുന്നു എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അംഗീകാരം. ഒരുപാട് ചെറിയ പുരസ്കാരങ്ങളൊക്കെ എനിക്ക് പല സന്ദർഭങ്ങളിലായി ലഭിച്ചിട്ടുണ്ട്. പക്ഷെ ഏറ്റവും വലിയ പുരസ്കാരം ഗൗരിയമ്മയിൽ നിന്ന് ലഭിച്ച ആ പരാമർശമാണ്. പാർലമെന്റിലേക്ക് ഞാൻ മത്സരിക്കാൻ നിൽക്കുമ്പോഴും ഗൗരിയമ്മ എന്നെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. ഞാൻ ചെന്നപ്പോൾ അനുഗ്രഹിച്ചു, നീ ജയിച്ചു വരും എന്ന് പറഞ്ഞു. 101 ജന്മവാർഷിക ദിനം നമ്മുടെ ആലപ്പുഴയിൽ ആഘോഷിക്കുമ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്നിരുന്നു. ഗൗരിയമ്മ പഴയ സംഭവങ്ങളെല്ലാം ഓർത്തെടുത്തൊരു 45 മിനിറ്റ് പ്രസംഗിച്ചു. പാർട്ടിയോടുള്ള പരിഭവങ്ങളൊക്കെ അന്നേരം പങ്കുവച്ചു. എന്നിട്ട് ആ പ്രസംഗ മധ്യേ പറഞ്ഞു, ഞാൻ ചെയ്തത് എല്ലാം ശരിയാണെന്ന് ഞാൻ കരുതുന്നില്ല, അല്ലെങ്കിൽ ആ ചെറുക്കം വന്ന് എന്നെ തോപ്പിച്ചിട്ടില്ലായിരുന്നു എന്ന് പറഞ്ഞാണ് ഗൗരിയമ്മ അവസാനിപ്പിച്ചത്. ആ പ്രസംഗത്തിലെ പിന്നെയും കുറെ കാര്യങ്ങൾ എന്നെ സഹായിച്ചതും ബന്ധപ്പെട്ടതും അവൻ എന്നെ തോപ്പിക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കുറെ പരാമർശങ്ങൾ എന്നെയുമായി ബന്ധപ്പെട്ടു. ഞാനില്ല എപ്പോഴും ചെല്ലും പൊന്നാടി അടിക്കാൻ ചെല്ലും. ഏറ്റവും ഒടുവിൽ ഞാൻ ദലീമയുമായിട്ടാണ് ഗൗരിയമ്മയെ കാണാൻ പോയത്. അന്നേരത്തേക്ക് തീർത്തും അവശയായി. ഗൗരിയമ്മയുടെ മടിയിലേക്ക് ദലീമ തലയെടുത്ത് വെച്ച് കൊടുത്തപ്പോഴത്തേക്ക് കൈ കൊണ്ടുവന്ന് അനുഗ്രഹിച്ചു. അതാണ് ഏറ്റവും ഒടുവിലത്തെ സംഭവം. അത് കഴിഞ്ഞ് പിറ്റേ ആഴ്ച തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. ഗൗരിയമ്മ ഒരു ചരിത്ര പാഠപുസ്തകമാണ്. ഇന്നത്തെ നമ്മുടെ തലമുറയ്ക്ക് പഠിക്കാൻ ഒരുപാട് പാഠഭാഗങ്ങൾ അവശേഷിപ്പിച്ചിട്ടാണ് ഗൗരിയമ്മ കടന്നു പോകുന്നത്. എനിക്കത് രാഷ്ട്രീയമോ മതമോ നോക്കാതെ ഏതൊരു മനുഷ്യനെ സഹായിക്കാനുള്ള വലിയ മനസ്സായിരുന്നു ഗൗരിയമ്മയുടെ ഏറ്റവും വലിയ സവിശേഷത. രണ്ടാമത് ജീവിതത്തിലുടനീളം സത്യസന്ധതയായിരുന്നു. അതൊരിക്കലും പരപ്പുറത്ത് പോകുന്ന കൂവത്തില്ല, ഞാൻ സത്യസന്ധനാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോകുന്നതല്ല. അത് ജീവിതത്തിലുടനീളം പകർത്തേണ്ട ഒരു സത്യസന്ധത തന്നെയായിരുന്നു. അതുപോലെ തന്നെ ഭരണ നൈപുണ്യം,
കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തീരുമാനപ്രകാരമാണ് ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയാലും അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു അനിതര സാധാരണമായ വൈഭവം ഗൗരിയമ്മയ്ക്കുണ്ടായി. അങ്ങനെ ഭരണ ഒരു നിർവഹണ രംഗത്ത് അപാരമായ കഴിവുള്ളൊരു ധീരവനിതയാണ്. ത്യാഗത്തിന്റെ കാര്യത്തിൽ ഇത്രയധികം ത്യാഗം സഹിച്ച ഒരു വേറൊരു നേതാവില്ല. പക്ഷെ ഞാൻ ത്യാഗിയാണെന്ന് വിളിച്ച് പറയത്തില്ല. അങ്ങനെ തുടങ്ങി പറയാനും പഠിക്കാനും മനസ്സിലാക്കാനും ഒരു തലമുറയ്ക്ക് ഒരു വലിയ ചരിത്ര പുസ്തകം തന്നെ സമ്മാനിച്ചിട്ടാണ് വിപ്ലവത്തിന്റെ ഇതിഹാസം ആയ ഗൗരിയമ്മ കടന്നു പോകുന്നത്. അതിന്റെ എന്റെ റോള് എനിക്ക് ഒരു വില്ലന്റെ റോളാണ് എന്ന് ചിലപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ അന്ന് വിജയിച്ച് വന്നപ്പോൾ അന്ന് മാധ്യമങ്ങളോടെല്ലാം പറഞ്ഞിരുന്നു, പുറമേ സന്തോഷം തോന്നുന്നെങ്കിലും ഉള്ളിൽ ഒരു നീറ്റൻ അനുഭവപ്പെടുന്ന വിജയമാണ് എന്നാണ് ഞാൻ 2006 വിജയത്തിൽ പറഞ്ഞത്. ഗൗരിയമ്മ നിർവൻ ചക്രവർത്തിയെ പോലെ മടങ്ങി വരണം പാർട്ടിയിലേക്ക് എന്ന് ഞാൻ അന്ന് പറഞ്ഞതാണ്. പക്ഷെ വരാനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തിയിരുന്നെങ്കിലും ഈ JSSന്റെ സമ്പത്തോ സ്വത്തോ അത് സംബന്ധിച്ചുള്ള എന്തോ നിർദ്ദേശങ്ങളൊക്കെ വന്നതിനെ തുടർന്നാണ് അത് പെൻഡിങ് ആയത്. എങ്കിലും ജീവിതാവസാനം ഗൗരിയമ്മ ഇടതുപക്ഷത്തോടൊപ്പം ഇടതുപക്ഷ ജീവിതത്തിന്റെ തുടക്കം പോലെ തന്നെ ഇടതുപക്ഷ ആശയങ്ങളും രാഷ്ട്രീയങ്ങളും മുറുകെ പിടിച്ചാണ് ഗൗരിയമ്മ കടന്നുപോയത്. ഗൗരിയമ്മ പകർത്തിവെച്ച ഒരുപാട് പാഠഭാഗങ്ങൾ പുതിയ തലമുറ പഠിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ഒരു പാഠപുസ്തകം തന്നെയാണ്. നന്ദി ശ്രീ AM ആരിഫ് MP.